അമേരിക്കയിൽ ജോലി ചെയ്യുക, അവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെ സ്വപ്നമാണ്. കഠിനാധ്വാനം ചെയ്ത് H-1B വിസ കരസ്ഥമാക്കി കയ്യിൽ പാസ്പോർട്ടും സ്വപ്നങ്ങളുമായി US എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്റെ വിസ റദ്ദാക്കിയെന്ന് കേൾക്കേണ്ടി വന്നാലോ? വെറും മണിക്കൂറുകൾക്കുള്ളിൽ അടുത്ത വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നിർബന്ധിതനായാലോ? ഇതൊരു സാങ്കല്പിക കഥയല്ല. അടുത്തിടെയായി US എയർപോർട്ടുകളിൽ, പ്രത്യേകിച്ച് ചിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിൽ നിരവധി ഇന്ത്യൻ H-1B വിസക്കാർക്ക് ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ രേഖകളും കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ മടക്കി അയക്കപ്പെടുന്നത്? എന്താണ് നടക്കുന്നത്? നിങ്ങളൊരു H-1B വിസക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ അതിനായി ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അടുത്തിടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വാലിഡായ H-1B വിസയുമായി അമേരിക്കയിലെത്തിയ ഒരു ഇന്ത്യൻ യുവാവിനെ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വയ്ക്കുകയും വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം തിരിച്ചയക്കുകയും ചെയ്തു. സാധാരണയായി വിസ സ്റ്റാമ്പ് ചെയ്തു കഴിഞ്ഞാൽ എൻട്രി ഉറപ്പാണെന്ന് നമ്മൾ കരുതും. എന്നാൽ നിയമപരമായി ഒരാളെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവസാന അധികാരം എയർപോർട്ടിലെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അഥവാ CBP ഉദ്യോഗസ്ഥർക്കാണ്. ഈ വാർത്തയിൽ പറയുന്ന യുവാവ് തന്റെ ജോലി സംബന്ധമായ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്തതാണ് തിരിച്ചടിയായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെറും ഒരാളുടെ മാത്രം കഥയല്ല ഇത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ റെഡിറ്റിലും മറ്റും നൂറുകണക്കിന് ആളുകളാണ് തങ്ങൾ നേരിട്ട സെക്കൻഡറി ഇൻസ്പെക്ഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കർശനമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമായും 5 കാരണങ്ങളാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? നിങ്ങളുടെ റോളും ഉത്തരവാദിത്തങ്ങളും എന്താണ്? അവിടെ നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ നിലവിലുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങളിൽ നേരിയ വൈരുദ്ധ്യം തോന്നിയാൽ പോലും ഉദ്യോഗസ്ഥർ നിങ്ങളെ സംശയിക്കും. അടുത്തിടെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. ഇന്ത്യയിൽ 60 ദിവസത്തിൽ കൂടുതൽ താമസ H-1B വിസക്കാരെ US തിരിച്ചയക്കുന്നുവെന്ന്. നിയമപരമായി ഇങ്ങനൊരു 60 ദിവസത്തെ പരിധി വിദേശത്ത് താമസിക്കുന്നതിന് കൃത്യമായി പറയുന്നില്ലെങ്കിലും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാലാവധി കൂട്ടുന്നത് എംപ്ലോയർ ആണോ എന്ന സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. കയ്യിലുള്ള ഓഫർ ലെറ്റർ, ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ, ക്ലയന്റ് ലെറ്റർ എന്നിവയിൽ പറയുന്ന വിവരങ്ങൾ പരസ്പര വിരുദ്ധമാകരുത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ജോലി ലൊക്കേഷൻ ന്യൂയോർക്കിലാണെന്ന് രേഖയിലുണ്ടാവുകയും നിങ്ങൾ ഇറങ്ങിയത് ചിക്കാഗോയിലാണെങ്കിൽ അതിന് വ്യക്തമായി മറുപടി നൽകേണ്ടി വരും. ഇതാണ് ഏറ്റവും അപകടകരമായ ഇടം. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും പരിശോധിക്കാൻ നിയമപരമായ അധികാരമുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ, ഇമെയിലുകൾ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്നിവയിൽ ജോലി അന്വേഷണം സംബന്ധിച്ചോ അല്ലെങ്കിൽ നിലവിലുള്ള കമ്പനിയെക്കുറിച്ചുള്ള പരാതികളോ കണ്ടാൽ അത് വിസ ദുരുപയോഗമായി കണക്കാക്കാം. ചില IT കൺസൾട്ടൻസികൾ വഴി വിസ എടുത്തവർ ഇപ്പോൾ വലിയ നിരീക്ഷണത്തിലാണ്. ജോലിയില്ലാതിരിക്കുന്നവരെ കണ്ടാൽ CBP ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശവുമുണ്ട്. എയർപോർട്ടിലെ ആദ്യഘട്ട പരിശോധനയിൽ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവർ നിങ്ങളെ സെക്കൻഡറി ഇൻസ്പെക്ഷൻ എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. അവിടെ മണിക്കൂറുകളോളം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ ഫോൺ അവർ വാങ്ങിവെക്കും. അവിടെ വെച്ച് നിങ്ങളുടെ കമ്പനി ഉടമയോ ക്ലയന്റിനെയോ അവർ നേരിട്ട് വിളിച്ചേക്കാം. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടോ? ഇയാൾക്ക് ഇപ്പോൾ അസൈൻ ചെയ്ത പ്രൊജക്റ്റ് ഏതാണ്? എന്നിങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ. കമ്പനി ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടിയും നിങ്ങൾ നൽകുന്ന മറുപടിയും തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ വിസ അവിടെ വെച്ച് തന്നെ റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുറ്റവാളികളോട് എന്ന പോലെയാണ് ചിലപ്പോൾ പെരുമാറുക എന്ന അനുഭവം പലരും പങ്കുവെക്കുന്നുണ്ട്. സമ്മർദ്ദത്തിലായി നിങ്ങൾ എവിടെയെങ്കിലും ഒരു തെറ്റായ വിവരം നൽകിയാൽ അത് വിസ ഫ്രോഡായി കണക്കാക്കപ്പെടും. ഇതിന്റെ ഫലം 5 വർഷമോ അതിലധികമോ കാലത്തേക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിനുള്ള നിരോധനമായിരിക്കും. ഇത്രയും കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ നിയമപരമായാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ ഇത് മറികടക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഞാൻ പറയാം. പാസ്പോർട്ട്, പുതിയ ഓഫർ ലെറ്റർ, കഴിഞ്ഞ 3 മാസത്തെ പേ സ്ലിപ്പുകൾ, ക്ലയന്റ് ലെറ്റർ എന്നിവ എപ്പോഴും കയ്യിൽ കരുതുക. അനാവശ്യമായ ജോലി അന്വേഷണങ്ങൾ, മുൻപ് ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായ പാർട്ട് ടൈം ജോലികളെക്കുറിച്ചുള്ള ചാറ്റുകൾ എന്നിവ ഒഴിവാക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ അപ്ഡേറ്റുകൾ ആയിരിക്കണം. ചോദ്യങ്ങൾക്ക് ചുരുക്കത്തിലും കൃത്യമായി മറുപടി നൽകുക. ജോലിയിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ വിശദീകരിക്കാൻ തയ്യാറായിരിക്കണം. ഉദ്യോഗസ്ഥരോട് തർക്കിക്കരുത്. അവർ ചോദിക്കുന്ന വിവരങ്ങൾ സത്യസന്ധമായി തന്നെ ഉത്തരം നൽകണം. യാത്ര ചെയ്യുന്ന വിവരം കമ്പനിയുടെ HR വിഭാഗത്തെയും ഇമിഗ്രേഷൻ ടീമിനെ അറിയിക്കുക. എമർജൻസി കോൺടാക്ട് നമ്പറുകളും കയ്യിൽ കരുതണം. US ഇമിഗ്രേഷൻ നയങ്ങൾ മുമ്പത്തേക്കാൾ കർശനമായിക്കൊണ്ടിരിക്കുകയാണ്. നിയമങ്ങൾ ഓരോ ദിവസവും മാറാം. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നയങ്ങളും ഈ കർശന പരിശോധനകൾക്ക് പിന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയും വർഷങ്ങളുടെ കഠിനാധ്വാനവും ചെലവാക്കിയാണ് ഒരാൾ അമേരിക്കയിൽ എത്തുന്നത്. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും അത് തകർന്നു പോകാൻ ഇടയാകരുത്.